വെള്ളിയാഴ്ച പ്രയറൊക്കെ കഴിഞ്ഞ് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മെസ്സേജ് വരുന്നത്. ഇന്ന് 5:30 ഗോപുരയിൽ പ്രോഗ്രാം ഉണ്ട്. ഇപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ചാവി എടുത്ത് നേരെ വണ്ടി എടുത്ത് പോയി. വണ്ടി കയറിയപ്പോഴാണ് പെട്രോൾ ഇല്ലാന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ നേരെ ഒന്നും നോക്കിയില്ല, അടുത്തുള്ള പബ്ബിൽ കയറ്റി. കണ്ണൂർ സൈഡിൽ കല്യാണങ്ങൾ കണ്ടുവരാണ് മുട്ടിപ്പാട്ട് പരിപാടികൾ. ഇവിടെ ഗൾഫുകളിലൊന്നും അങ്ങനെ ഒരു മുട്ടിപ്പാട്ട് പരിപാടികളോ ഫംഗ്ഷനുകളോ ഒന്നുമില്ല. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് ഫ്യൂഷൻ ബീച്ച് മസ്കറ്റ് എന്നുള്ള മുട്ടിപ്പാട്ടിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഇവർ ഓൾ ഓവർ മസ്കറ്റ് ചെയ്ത് കൊടുക്കണതാണ്. പിന്നെ ഒരു ഫോർത്ത് പരിപാടിയാണ്. അപ്പോൾ ആ പരിപാടിക്ക് വേണ്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അങ്ങനെ അവർ വീട്ടിലെത്തി പ്രാക്ടീസ് തുടങ്ങി. എല്ലാവരും പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് സാധനങ്ങൾ എടുത്ത് നേരെ നമ്മുടെ പരിപാടി സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഫംഗ്ഷൻ ഇറങ്ങുന്ന സ്ഥലത്തെത്തി വണ്ടി പാർക്ക് ചെയ്ത് വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇറക്കി നേരെ ഹാളിലേക്ക് പോയി. ഹാളിൽ ഈ സർക്കാർ അടുക്കള അവരെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി കണ്ണൂർ ആൾക്കാരെ നടത്തുന്ന പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ അവിടെ എത്തി ഇതിനെക്കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോർമാലിറ്റിക്ക് നമ്മളെ കൂടെ വന്നവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം എന്താ പരിപാടി എന്നുള്ളത്. സർക്കാർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ എന്താ പരിപാടി ഇവിടെ ബഹളം കാണുന്നത്? ഇതെന്താ ഇവിടെ പരിപാടി? ഇന്നിവിടെ ഫ്യൂഷൻ മിക്സ് മസ്കറ്റിന്റെ ഒരു മുട്ടിപ്പാട്ട് പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രാമത്തെ പരിപാടി? നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങളെ പരിപാടി, മസ്കറ്റിലൊന്നും കണ്ടിട്ടില്ല. നിങ്ങളെ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ടീമാണ്. നമ്മൾ 4ാമത്തെ പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിപാടി ഉണ്ടാക്കാം, ഒരു സംസാരം നോക്കിയിട്ട് അറിയില്ല. പരിപാടി സ്റ്റേജിൽ വരെ നോക്കി നോക്കാം. എല്ലാവരും സെറ്റ് ആയിട്ടിരിക്കുന്ന പരിപാടിക്ക് പിന്നെ നേരെ നമ്മൾ പരിപാടി ഉണ്ടോ